സല്യൂട്ട് സഹൃദയരെ. അടിസ്ഥാന പരിശീലനത്തിനായി മസൂറിയിലെ അക്കാഡമിയിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു ലാൻഡ് സ്ലൈഡിൽ ഒരു ഉരുൾപൊട്ടലിനകത്ത് പെട്ടുപോയി. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ ട്രെയിനിൽ പോയി. രാത്രി ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ വരെയുള്ള വേറൊരു ട്രെയിനുണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയാണ് ഡെറാഡൂണിൽ ചെന്നിറങ്ങി അവിടുന്ന് മസൂറി അക്കാഡമിയിൽ നിന്ന് ബസ്സുകൾ വരും ഞങ്ങളെ വിളിക്കാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇൻസ്ട്രക്ഷനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ എനിക്കപ്പോൾ ആ സമയത്ത് അറിയില്ലായിരുന്നു ഡൽഹിയിൽ കേരള ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ടെന്നും അവിടെ വിവരം അറിയിച്ചാൽ അവർ വണ്ടി അയച്ച് തന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനും ഭക്ഷണത്തിനും ഒക്കെ ഉള്ള സൗകര്യം, അതിനുശേഷം അവർ തന്നെ തിരികെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹി പോയതും. മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ വൈകിട്ട് ഡെറാഡൂണിലേക്കുള്ള ട്രെയിൻ വരാൻ വേണ്ടി കുറേ കാത്തു നിന്ന് റെയിൽവേ സ്റ്റേഷനകത്ത് നിന്ന് കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് ഭയങ്കര വലിപ്പമുള്ളൊരു പെട്ടി ഉണ്ടായിരുന്നു അന്ന് എനിക്ക്. വിൻ്റർ ആയതുകൊണ്ട് കുറേ വുളൺസ് വേണം, പിന്നെ 4 മാസത്തെ ഡ്രസ്സ് വേണം. അതൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റിയ ഒരു പെട്ടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ബന്ധു ഗിരിജ ചേച്ചിയാണ് എനിക്ക് വലിയ പെട്ടി തന്നത്. ആ പെട്ടി 2 വർഷം ഞാൻ ശരിക്കും ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കൽ ഞാൻ സഹിച്ചിട്ടുമുണ്ട്. അത് എനിക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അത്ര ഏകദേശം ഭാരമുണ്ട് അതിന്. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തക കൂട്ടുകാരൊക്കെയാണ്, IPSലുള്ള മറ്റു ആൾക്കാരൊക്കെയാണ് അത് ചുമന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരവസാനം പറഞ്ഞു, ശ്രീലേഖ ഞങ്ങൾ മറന്നാലും ഈ പെട്ടി ഞങ്ങൾ ഒരിക്കലും മറക്കൂല കേട്ടോ എന്ന് പറഞ്ഞതും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അത്രയും വലിയ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് പിന്നെ ഒരു ട്രെയിനിൽ കയറി ഡെറാഡൂണിൽ ചെന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ അവിടെ ഞാൻ സാധാരണ ഫസ്റ്റ് ക്ലാസ്സിലൊരു കൂപ്പയിലാണ് യാത്ര ചെയ്തത്. കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു റവന്യൂ സർവീസിലാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും ആ കുട്ടി വളരെ ചെറുപ്പമായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് മുകളിലത്തെ ബർത്തി കിടത്തിപ്പിച്ചു, കയറി കിടക്കാൻ പറഞ്ഞു, കാരണം ഞാൻ IPS അല്ലേ എന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ വണ്ടി വന്ന് കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, 3 ബസ്സോ മറ്റോ ഉണ്ടായിരുന്നു. ആ ബസ്സുകളിനകത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിട്ട് പോകുന്ന വഴി നല്ല തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ പോകുന്ന വഴി അങ്ങ് പെട്ടെന്ന് നിന്ന് പോയി. അപ്പോൾ നോക്കുമ്പോൾ വലിയൊരു മണ്ണിടിച്ചിലാണ്. ലാൻഡ് സ്ലൈഡ് വന്ന് റോഡ് മൊത്തം ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പുറത്തെ വശത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ വണ്ടി അവർ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ പെട്ടി സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ലാൻഡ് സ്ലൈഡിൽ കൂടെ ഒരു വഴി തെളിക്കണം. അപ്പോൾ അങ്ങനെ കുറേ സമയമെടുത്ത് പെട്ടെന്ന് ഞങ്ങളൊക്കെ കൂടി ചേർന്ന് തന്നെ വഴിയൊക്കെ ഉണ്ടാക്കി. ഒരുപാട് വലിയ ലാൻഡ് സ്ലൈഡായിരുന്നു. അപ്പം വീണ് പോകുന്ന പോലെ ഇങ്ങനെ തെന്നിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പെട്ടി എടുക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഒരു കൊച്ചു പെട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ആ പെട്ടി ഞാൻ എടുത്തു. വലിയ പെട്ടി പിന്നെ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചാണ് എടുപ്പിച്ചത്, അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡിന് ഒരു തടസ്സം പോലെ തോന്നിയെങ്കിലും മസൂറിയിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഹിമാലയത്തിലെ റുപിൻ പാസ് എന്ന് പറയുന്ന കഠിനമായ ട്രെക്കിലാണ് ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു പ്രശ്നമുണ്ടായി. അത് ഞാൻ ആ കഥ പൊതുവേ ആരോടും അങ്ങനെ പറയാറില്ല, കാരണം പറഞ്ഞാലൊന്നും വിശ്വസിക്കുകയില്ല. പക്ഷെ നിങ്ങളോട് എനിക്കതെന്തോ പറയണമെന്ന് തോന്നുന്നു. റുപിൻ പാസിൻ്റെ കുറേ കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര സ്പീഡിൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്. റുപിൻ നദി എന്നാണ് അതിനെ പറയുന്നത്. അതിങ്ങനെ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഉരുളൻ കല്ലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ വേഗത ഭയങ്കര സ്പീഡിലുള്ള വേഗത കൊണ്ട് ഇങ്ങനെ പതയൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. അപ്പോൾ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന ഒരു നദി പോലെയാണ് അത് പോകുന്നത്. നല്ല വീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വശത്തുള്ള അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു തടിപ്പാലത്തിൽ കൂടെ കടന്നാണ് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പാസിൻ്റെ അപ്പുറത്തേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പുതഞ്ഞങ്ങ് അകത്തോട്ട് പോവും. കുഴികളുണ്ടാവും, നല്ല ആഴമുള്ള കുഴികളിലേക്ക് ചിലപ്പോൾ കാല് വീണ് പോവും. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട അവസാനം ഞങ്ങൾ റുപിൻ നദിയുടെ അടുത്തെത്തിയപ്പോൾ പാലം കാണാതെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞങ്ങൾ 10-12 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും 5 കിലോയുടെ ബാക്ക് പാക്കും ഒക്കെ തൂക്കിക്കൊണ്ടാണ് നടക്കുന്നത്. കയ്യിലൊരു മാപ്പും ഉണ്ട്. അപ്പോൾ പാലത്തിന് വേണ്ടി ഞങ്ങൾ കുറേ നടന്നിട്ട് കാണാത്തപ്പോൾ അവിടെ സമീപവാസികളോട് കുറേ പേരോട് ചോദിച്ചു എവിടെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ 2-3 ദിവസം മുമ്പ് ഭയങ്കര കഠിനമായ മഴയുണ്ടായപ്പോൾ അത് ആ പാലം അങ്ങ് പൊട്ടി അതങ്ങ് ഒലിച്ചു പോയി. അതിൻ്റെ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. പാലം നിന്നിരുന്ന സ്ഥലത്ത് അവർ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു, ഇവിടെയായിരുന്നു പാലം ഉണ്ടായിരുന്നതാണ്. അപ്പം അത് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ തീരുമാനം എടുത്തു, ഒരു കയർ സംഘടിപ്പിച്ചിട്ട്, നല്ല നീന്തൽ അറിയാവുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ വയറിൽ കെട്ടിക്കൊണ്ട് പോയി നീന്തി അപ്പുറത്ത് ചെന്ന് ഏതെങ്കിലും ഒരു മരത്തിലോ വല്ല കല്ലിലോ വല്ലതും കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ പിടിച്ച് ബാക്കിയുള്ളവർക്ക് അപ്പുറത്തേക്ക് പോകും. നല്ലപോലെ നനയും, പക്ഷെ അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ കയർ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. എന്നിട്ട് അത് നീന്തൽ അറിയാവുന്ന ഒരു കുട്ടിയും പിന്നെ അവിടുത്തെ സ്ഥലവാസിയായിട്ടുള്ള ഒരാളും കൂടെ ചേർന്ന് ഞങ്ങൾ അയാളുടെ സഹായവും കൂടെ തേടി അവർ രണ്ടുപേരും കൂടെ പോയി നീന്തി അപ്പുറത്ത് കടന്ന് ഒരു മരത്തിൽ ഈ കയറ് കെട്ടി
ബാക്കി എല്ലാവരും പതുക്കെ പതുക്കെ കയറി പിടിച്ച് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അവസാനത്തിൽ നിന്ന് 2-3 മുമ്പായിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പം അങ്ങനെ പോകുന്ന ഇടയ്ക്ക് എൻ്റെ കാല് അതുപോലെ ഒരു പാറയിൽ ചവിട്ടിയിട്ട് വഴുതി പോയിട്ട് ഞാൻ പിടിവിട്ടുപോയി. അപ്പോൾ എന്നെ കയറിൽ നിന്നും പിടിവിട്ടു, അപ്പുറത്ത് നിന്നാളും ഇപ്പുറത്ത് നിന്നാളും എന്നെ പിടിക്കാൻ പറ്റാതായിപ്പോയി. അപ്പം ഞാൻ പിടിവിട്ട് ഇങ്ങനെ റൂബിൻ നദിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഭാഗ്യത്തിന് എൻ്റെ റക്സാക്ക് ബാക്ക് പാക്ക് നേരത്തെ ഒരാൾ കൊണ്ടുപോയിരുന്നു, അതുകൊണ്ട് അതെനിക്ക് നഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ കൈ കിടന്ന വാച്ച്, എൻ്റെ കാലിലെ ഒരു ഷൂസ് ഇളകിപ്പോയി. അപ്പോൾ എനിക്കറിയാം, എനിക്ക് കേരളത്തിൽ നിന്നൊക്കെ പോയ കുട്ടിയാണെങ്കിൽ എനിക്ക് നീന്തലൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുമല്ല നല്ല തണുപ്പും എല്ലുവരെ മരവിപ്പിക്കുന്ന തണുപ്പും ഭയങ്കര സ്പീഡിലുള്ള വെള്ളവും. അപ്പം ഞാനിങ്ങനെ ഒഴുകി പോവുക. അപ്പം ഇങ്ങനെ മുങ്ങി താഴുമ്പോൾ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ കൂടെ, ഞൊടിയുടെ നേരത്തേക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ കുറേ ചിന്തകൾ പോവും. കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും ബുദ്ധിമുട്ടി IPS എഴുതി കിട്ടിയത് ഇതിന് വേണ്ടിയിട്ടാണോ, ദൈവമേ ഞാൻ ചാവാൻ പോവുകയാണോ എന്നൊക്കെയുള്ള തോന്നൽ ഇങ്ങനെ മനസ്സിൽ കൂടെ വരും. പാവം അമ്മ എന്ത് വിചാരിക്കും, പാവം ബാക്കി എല്ലാവരും എന്ത് കരുതും, ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ജീവിതം എന്നൊക്കെയുള്ള മട്ടിലിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ച് ചാവുമെന്ന് എന്നെ വിചാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നല്ലപോലെ സാമാന്യം വലിയ വലിപ്പമുള്ള 2 വലിയ കൈകൾ വന്ന് എന്നെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിങ്ങനെ പൊക്കി കരയിലേക്ക് കൊണ്ടുവച്ച്. കൈകൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റിയ ശക്തിയുള്ള വലിയ 2 കൈകൾ ഇങ്ങനെ എന്നെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടുവച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എൻ്റെ ബോധം പോയി. ബോധം തിരികെ വരുമ്പോൾ ഞാൻ കമന്ന് കിടക്കുകയാണ്. ബാക്കി എല്ലാവരും എന്നെ ഇങ്ങനെ പുറകിൽ തട്ടുന്നുണ്ട്. എൻ്റെ വെള്ളം വായിക്കാത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടോ എൻ്റെ ബോധം വീഴാൻ വേണ്ടിയിട്ടോ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓർമ്മ വന്ന് ഞാൻ വേഗം തിരിഞ്ഞു കിടന്നിട്ട് ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്, ആരാ എന്നെ എടുത്ത് പൊക്കിയത് വെള്ളത്തിൽ നിന്ന്, ആരുടെ കൈകളായിരുന്നു അത് എന്നായിരുന്നു. അപ്പോൾ അടുത്ത് നിന്ന ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞു ഞാനാണ്, ഞാൻ നല്ല സ്വിമ്മറാണ്, ശ്രീലേഖ അറിഞ്ഞൂടെ, ഞാനാണ് എടുത്ത് പൊക്കിയത് എന്ന്. അപ്പോൾ ഞാൻ അയാളെ നോക്കി, അയാളെ പേര് നായിഡു എന്നായിരുന്നു, IPS തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ നായിഡു വളരെ മെലിഞ്ഞ് കൊച്ചൊരു പയ്യനാണ്. അപ്പോൾ ഞാൻ എൻ്റെ പകുതി സൈസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജായിഡു ഒന്നുമല്ല, എനിക്കതൊരു വലിയ കൈയായിട്ടാണ് തോന്നിയത്. ഭയങ്കര വലിയൊരു കൈ എന്നെ ഇങ്ങനെ പൊക്കി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നായിഡു അല്ല എന്നെ ചെയ്തത്, എന്നെ ഒന്നുകിലും എൻ്റെ അച്ഛൻ, മരിച്ചുപോയ അച്ഛൻ, അല്ലെങ്കിൽ ദൈവം, അവർ രണ്ടുപേരും ആരുമാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തിൽ ചിരിച്ചു. ശ്രീലേഖ ഇസ് ഗെറ്റിംഗ് ഡെലിറിയസ്. അതിനുശേഷമാണ് എനിക്ക് പനിയൊക്കെ വന്നത്. അപ്പോൾ എനിക്കെപ്പോഴും ആ ഒരു ഭയങ്കര ഒരു മിറക്കിളായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിൻ്റെ ഒരു കാര്യം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അക്കാഡമിയിൽ വെച്ച് ഞങ്ങളുടെ IPS ഓഫീസേഴ്സിൻ്റെ 25 വർഷത്തെ ഗെറ്റ് ടുഗദർ ഉണ്ട്, 30 വർഷത്തെ ഗെറ്റ് ടുഗദർ ഉണ്ട്. എല്ലാ ഓഫീസേഴ്സും കൂടെ അക്കാഡമിയിൽ തന്നെ വന്നിട്ട് റീയൂണിയൻ സെമിനാർ എന്നാണ് അതിനെ പറയുക. അപ്പോഴത്തെ ടീച്ചേഴ്സും അപ്പോഴുള്ള കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. അങ്ങനെ നടന്ന റീയൂണിയൻ സെമിനാറിന് ഞാൻ നായിഡുവിനെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് നായിഡു, ഞാൻ ട്രക്കിങ്ങിന് പോയപ്പോൾ മരിക്കാൻ പോയത് കഥ പറഞ്ഞ ഓർമ്മയില്ല, എന്നെ രക്ഷിച്ച നായിഡു ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ നായിഡു എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകാതെ പോലെ അയാളങ്ങ് പോയി, പിന്നെ കണ്ടുമില്ല. 30ാമത്തെ റീയൂണിയൻ്റെ സമയത്ത് എപ്പോഴും ഫാമിലിയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിഡു വന്ന് ഞങ്ങളുടെ അടുത്തിരുന്നു. അപ്പോൾ നായിഡുവായിട്ട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, നായിഡു ഐ ഓൾവേസ് റിമെമ്പർ ഹൗ യു സേവ്ഡ് മീ ഫ്രം ദ റൂപ്പിൻ റിവർ എന്ന് പറഞ്ഞപ്പോൾ നായിഡു എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീലേഖ വൈ ഡു യു എപ്പോഴും എൻ്റെ ശ്രീലേഖ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്, ഞാൻ ശ്രീലേഖ എപ്പോൾ സേവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ പല പ്രാവശ്യമായിട്ട് ആലോചിക്കാറുണ്ട് എപ്പോഴാണ് ഞാൻ ശ്രീലേഖയെ സേവ് ചെയ്തത്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ട്രക്കിന് പോയപ്പോൾ നായിഡു അല്ലേ എന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കി എടുത്ത് വെളിയിൽ വെച്ചത്. അപ്പോൾ നായിഡു എൻ്റെ അടുത്ത് പറഞ്ഞു, റൂപ്പിൻ പാസോ? അതിന് ഞാൻ റൂപ്പിൻ പാസിലല്ലല്ലോ പോയത് ശ്രീലേഖ, ഞാൻ വേറെ ഒരു ട്രക്കിനാണല്ലോ, കൈലാസത്തോ മറ്റോ ആണല്ലോ പോയത്, ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ റൂപ്പിൻ പാസിലില്ലായിരുന്നു എന്ന് നായിഡു പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു വല്ലാത്ത ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു രോമാഞ്ചം, രോമമൊക്കെ ഇങ്ങനെ പൊങ്ങി ശരീരത്തിൽ നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നായിഡു ആണ് എന്നോട് പറഞ്ഞത്. പിന്നെ അതും എൻ്റെ ഡെലിറിയം ആണോ എന്ന് എനിക്കറിയില്ല, വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ എനിക്ക് തോന്നിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 30 വർഷങ്ങൾക്ക് ശേഷമാണ് നായിഡു പറയുന്നത് ഞാനല്ലായിരുന്നു ശ്രീലേഖയെ. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന നായിഡു തന്നെ. നാഷണൽ പോലീസ് അക്കാഡമി വെച്ചും നായിഡു നല്ലൊരു സ്വിമ്മറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നായിഡു ഇത്ര നല്ല സ്വിമ്മിങ് അറിയാവുന്നതുകൊണ്ടായിരിക്കും അയാൾ എന്നെ പണ്ട് രക്ഷിച്ചതെന്നൊക്കെയുള്ള വലിയ സ്നേഹം ഉണ്ടായിരുന്നു നായിഡുവിൻ്റെ അടുത്ത്. പക്ഷേ ആൾ ഉറപ്പിച്ച് പറഞ്ഞു അയാൾ റൂപ്പിൻ പാസിൽ അയാൾ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ആരാണ് പിന്നെ എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് എനിക്ക് യാതൊരു വിവരവും ഇല്ല ഇപ്പോഴും. സസ്നേഹം, ശ്രീലേഖ.